ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. ഗൈഡൻസ് മെസ്സേജ്. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുകയോ അതുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം, ഒരുപാട് സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഇപ്പം എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥനയുണ്ട്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എന്നാലേ നമുക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവൂ. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നന്മകൾ ഉണ്ടാവണമെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയേ പറ്റൂ. അത് നമ്മളെ ആ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ വളർച്ചയെ തടയുമെന്നാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ്, അബണ്ടൻസും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. ഏത് കാര്യത്തിൽ നമ്മൾ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ കാണണം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും, നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഡിവൈൻ തീരുമാനപ്രകാരം ആയിരിക്കും. യൂണിവേഴ്സ് നമ്മൾ അതിലൂടെ പാസ് ചെയ്ത് പോകേണ്ട സമയം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള ഓരോരോ ഡിഫിക്കൽട്ടീസ് ജീവിതത്തിലേക്ക് വരുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം അങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസ് ആയിട്ടായാലും വെല്ലുവിളികളായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ്റെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതിലൊരു നന്മ നമ്മളിലേക്ക് വരാനുണ്ടാവുമെന്ന് മാത്രം വിശ്വസിക്കുക. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. Knight of Pentacles, Nine of Swords, Queen of Pentacles, Four of Wands, High Priestess, Nine of Cups, Eight of Wands, Hanged Man. ബോട്ടം കാർഡ് വന്നിട്ട് ജസ്റ്റിസ് ആണ് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ പലരും മറ്റുള്ളവരെ പ്രശംസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ആദരവ് കിട്ടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ വിചാരിച്ച കാര്യം നല്ല രീതിയിൽ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾക്ക് അതുപോലെ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് എന്നാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട സമയങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങാകുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളേറെക്കുറയും. മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ളവരാണ് നിങ്ങളെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും സോഷ്യൽ വർക്ക് ആയാലും നിങ്ങൾ ക്ഷമയോടെ വിശ്വാസപൂർവ്വം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്.
മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ആ റെസ്പെക്റ്റ് തിരിച്ചെടുക്കുക. പൂർണ്ണമായി അവർ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് നിങ്ങൾ കീപ്പ് ചെയ്യണമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും ഇപ്പം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. നിങ്ങൾക്ക് ഉറക്കമില്ല, കുറ്റബോധം, ഒരുപാട് സങ്കടപ്പെടുക. ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ടായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റോർത്തുള്ള വേദനയായിരിക്കാം, അല്ലെങ്കിൽ പശ്ചാത്താപമായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. എനർജി ലോസ് ആകുന്ന പോലെ വളരെ ടയേർഡായിട്ട് ഒരു മാനസികാവസ്ഥ അത്രയും ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഭയം, ആശങ്ക, സംശയം, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായ ചിന്ത കൊണ്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അല്ല, റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ രഹസ്യങ്ങൾ മറയ്ക്കുകയോ അല്ലെങ്കിൽ കള്ളം പറയുകയോ ഒക്കെ അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എനർജി ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. അടുത്തത് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഡൗൺ ടു എർത്തായിട്ടുള്ള ലേഡീസിൻ്റെ എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഓൾറെഡി ഫസ്റ്റ് തന്നെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ്. അപ്പോൾ മെയിലായാലും ഫീമെയിലായാലും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന എനർജി എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായോ ആയ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ സാമ്പത്തികം ഇപ്പോൾ ഒരുപാട് ആവശ്യമുള്ള ഒരവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പരാജയം സംഭവിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിങ്ങൾ ടയേർഡാണ്. ഓൾറെഡി പറഞ്ഞു 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്ന് നിങ്ങളാകെ ടയേർഡാണെന്ന്. ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ഇതിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ ഇപ്പം ഫേസ് ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലം നിങ്ങളത് വലുതായിട്ട് കാണുന്നു എന്നാണ്. അത് അത്ര വലിയ രീതിയിൽ കാണേണ്ട കാര്യമല്ല. പക്ഷെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ വലുതായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ബോഡിയെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാണ്. ആ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചതിനെ പ്രശ്നം വലുതായിട്ടെടുത്ത് നിങ്ങൾക്ക് തന്നെ മുന്നോട്ടുള്ള നിങ്ങളുടെ സക്സസ്സിനെ തടയുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ്. യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം തന്നെയാണ്. നിങ്ങൾക്കുള്ള സക്സസ് ഉടനെ തന്നെ വരുന്നുണ്ട് എന്നാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, എനർജിയാണ്. അതുപോലെ തന്നെ അടുത്ത 4 ഓഫ് വാൺസും ഒരു സെലിബ്രേഷൻ ഓഫ് സക്സസ് കാർഡ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ശരിക്കുള്ള സക്സസ്, ഹാപ്പിനെസ് ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അത്ര വലിയ കാര്യമായിട്ടെടുത്ത് അതിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ ഈ നിമിഷം തന്നെ അതിനെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന സക്സസ്സിനെ നോക്കി പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാമെന്നാണ്. ഇവിടെ സിംഗിൾസ് ആയിട്ടുള്ളവർ, മാരീഡ് ആവാത്തവർ, ഇതൊരു മാര്യേജിൻ്റെ കാർഡും കൂടിയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം സിംഗിൾസ് ആയിട്ടുള്ളവർ, മാര്യേജിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു മാര്യേജ് നടക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ മെയിലായാലും ഫീമെയിലായാലും സ്വയം നിങ്ങളുടെ കഴിവുകൊണ്ട് വളർന്നു വന്നവരാണ് എന്നാണ്. സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുപോലെ മറ്റുള്ളവരെ വളരാനും അനുവദിക്കുന്നവരാണ് എന്നാണ്. അവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായി നിൽക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അങ്ങനെ നിൽക്കുന്നവരാണ്. ഏത് കാര്യം ചെയ്താലും അതിനെ ഗ്രേറ്റ് സക്സസ്സിലെത്തിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നിങ്ങൾ. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് മൈൻഡ് ഓപ്പൺ ചെയ്തിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങളിലേക്ക് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഇവിടെ ബോട്ടം കാർഡ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും
നിങ്ങളുടെ ഭാഗത്ത് ആണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നീതി കിട്ടേണ്ടത് ആ രീതിയിലുള്ള നീതി നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കും എന്നാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള നീതി അത് ഏത് ഭാഗത്തു നിന്നായാലും അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഓട്ടം കാർഡും പറയുന്നത്. ഓട്ടം കാർഡ് നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരും എന്നാണ്. വിക്ടറിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവർ എന്താണ് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളെ ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഗുഡ് ഹാർട്ടുള്ള ആൾക്കാരാണ്, സ്പിരിച്വലി വളർന്നവരാണ്. അതുപോലെ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണ്, പവറുള്ളവരാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കത് ഫലപ്രദമായി വരുമെന്നാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിൽ 2 പില്ലേഴ്സ് കാണുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പില്ലേഴ്സ്. അത് പറയുന്നത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് സക്സസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം സക്സസ്സിലേക്ക് വരുമെന്നാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ കുറച്ച് വേദനാജനകമായ സിറ്റുവേഷനാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് വരാൻ പോകുന്നതെന്നാണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വിഷ് കാർഡാണ്. എസ് കാർഡാണ് കൂടുതലും കിട്ടിയിരിക്കുന്ന എനർജി. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപക്ഷെ അത് വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിട്ടിരിക്കുന്നവരായിരിക്കാം. അങ്ങനെ നിങ്ങൾ മനസ്സിൽ എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടു ഇരിക്കുന്നത്, പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നാണ്. മറ്റു പലരുടെ സപ്പോർട്ടോടുകൂടി പുതിയ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ്. ഒരു ഗുഡ് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു ഗുഡ് എനർജിയാണ്. പുതിയ സാഹചര്യങ്ങൾ, പുതിയ ആൾക്കാർ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കരിയർ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ വർക്കറോ അങ്ങനെ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും ഉണ്ടാവും എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ്. കുറേ കാലമായിട്ട് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ്, കുറേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് അങ്ങനെ പ്രതീക്ഷയുടെ വെയിറ്റ് ചെയ്തവർക്കൊക്കെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാണ്. അതിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ ആ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാണ് ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ്. പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അതിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടതാവാം, കേട്ടതാവാം, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ഹെൽപ്ലെസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ്. പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, പുറത്തേക്ക് കിടക്കാൻ പറ്റും, ഈ സിറ്റുവേഷനിൽ എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ. ആരെങ്കിലും നിങ്ങളെ ട്രാപ്പ് ചെയ്തെന്നോ, അപ്പോൾ അത് ലവിലായാലും മണിയിലായാലും ഫിനാൻസിലായാലും ഒക്കെ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുക, അതിൽ വിശ്വസിക്കുകയും അത് ചോദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടുന്നതാണ്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബന്ധിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയുള്ളവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ ഈ അവസ്ഥ ഫുള്ള്
അവനവൻ്റെ ചിന്താഗതിയിലൂടെ മാത്രം ഉടലെടുത്തതാണ് എന്നാണ്. നമ്മൾ ചിന്തിച്ചു മാത്രം ഉണ്ടാക്കിയെടുത്തൊരു ബന്ധനമാണിതെന്നാണ്. ആ ബന്ധനത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിലേക്ക് സക്സസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധനത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ പറയുക, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഹെൽപ്പ് ചോദിക്കുക. ഉള്ള പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഹാങ്ഡ് മാൻ്റെ എനർജിയും പറയുന്നത്. നിങ്ങൾ മറക്കുക, നിങ്ങളെ ബന്ധനത്തിലാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ സ്റ്റക്കാക്കി വെച്ച ആ ഒരു സിറ്റുവേഷനെയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം, അത് നിങ്ങൾ ലവറായിരിക്കാം, അത് ആര് തന്നെ ആയാലും അത് നിങ്ങൾ മറക്കുക. നിങ്ങളുടെ ജീവിതം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തവരാണ് എന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള ഈ മനസ്സിൻ്റെ അവസ്ഥ, ആ പെയിൻഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന അതിൽ നിങ്ങൾ പുറത്ത് കടക്കണം. പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ്. യൂണിവേഴ്സ് അത് തരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കടന്നാൽ മാത്രമേ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ എന്നാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് എടുത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്കം ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു സെലിബ്രേഷൻ, ജസ്റ്റിസ് ആണ് ബോട്ടം കാർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വരാനുള്ള എല്ലാവിധ ബ്ലെസ്സിങ്സും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും. അതിനാണ് അപ്പോൾ അത് കിട്ടണമെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു മാറ്റുക തന്നെ വേണം. പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ ഡിയേഴ്സ്, ബി ഹാപ്പി. ഇപ്പോഴത്തെ യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സിനൊക്കെയും താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. താങ്ക്സ് പറയുന്ന എന്നുള്ളത് ശീലമാക്കുക. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള സക്സസ്സും ജീവിതത്തിലേക്ക് വരും. പിന്നെ ചില പരീക്ഷണങ്ങൾ ഒക്കെ നമുക്ക് ജീവിതത്തിലുണ്ടാവും. അതൊക്കെ നമ്മളെ പരീക്ഷിക്കാനും നമ്മളിലേക്ക് നന്മ വരുത്താനും, നമ്മളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയാനും, ബ്ലെസ്സിങ്സ് തരണമെങ്കിൽ അവിടെ നല്ല പ്യുവറായിരിക്കണമല്ലോ. നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പ്യുവറായിരിക്കണം. ഇപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലായാലും ആരും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സായിട്ട് ഒരുക്കുന്നതാണെന്ന് മാത്രം കരുതുക. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ശിവ ഒറാക്കിൾ കാർഡും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ശിവ ഒറാക്കിൾ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് തേർഡ് ഐ ചക്ര ഓപ്പൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം. മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവർ യൂട്യൂബിൽ നോക്കിയാൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. ആ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാടല്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെയും എല്ലാത്തിനെയും അബണ്ടൻസ് നമ്മളിലേക്ക് വരാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. പീസ്, ഹാപ്പിനെസ്, സക്സസ് ഒക്കെ നമ്മളിലേക്ക് വരാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പം തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുമ്പോൾ ഏത് കാര്യങ്ങൾക്കൊക്കെയുള്ള ക്ലാരിറ്റി, വ്യക്തത, അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിന് ഏത് പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ നമുക്ക് തനിയെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പവർ, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പവർ നമുക്ക് തനിയെ വരും. അതുപോലെ ഏത് കാര്യത്തിനും അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഗൈഡൻസ് നമുക്ക് നേരിട്ട് കിട്ടും എന്നാണ്. അതിനുള്ള ഒരു പവർ നമുക്ക് കിട്ടും എന്നാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്താൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ഉയരാൻ പറ്റും. മാനസികമായും എല്ലാ രീതിയിലും വലിയൊരു വളർച്ച, ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ്. സ്പിരിച്വൽ ജേണിയിൽ ബൗണ്ട്ലെസ് ആയിട്ടുള്ള ഗൈഡൻസ് തരുമെന്നാണ്. തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമെന്നാണ് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്,
മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലേക്ക് തിരിയുക. അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന ഈ തന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും ആ രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും റിലീസ് ചെയ്ത് ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അപ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. ഇപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യുക.